നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല ബട്ടർ മസാലയാണ്, അതായത് ചിക്ക് പീസ് ബട്ടർ മസാല. റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിലും ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ അരക്കപ്പ് വെള്ളക്കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി കുക്കറിലിട്ട് ഒപ്പത്തിനൊപ്പം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 10 വിസിൽ വേണ്ടി വന്നു ഇത് വെന്ത് കിട്ടാൻ. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ കുക്കറിൽ ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയും അല്പം വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി അതിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് ചൂടാറുമ്പോൾ ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. ആ വെന്ത തക്കാളിയും സവാളയും ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് ബട്ടറിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. ഞാൻ അല്പം മാത്രം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ചൂടായപ്പോൾ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് പോലെ വരട്ടെ. റൈസ് ബ്രാൻ ഓയിലിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മണമില്ലാത്ത ഏതെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ കാശ്മീരി ചില്ലിയും എരിവുള്ള ചില്ലി പൗഡറും കൂടെ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അല്പം നേരം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വേണ്ട എരിവനുസരിച്ച് ചില്ലി പൗഡറിൽ വ്യത്യാസം വരുത്താം. കാശ്മീരി ചില്ലി അല്പം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിക്ക് നല്ല കളറ് കിട്ടും. ഇതിപ്പോൾ വീഡിയോയിൽ ആ കളറ് കാണുന്നില്ല. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കറി അല്പം മധുരമുള്ളതാണ്. 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലില്ലെങ്കിൽ നമുക്ക് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അതിന് തന്നെ അല്പം മധുരം ഉണ്ടാകുമല്ലോ. അതുമല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് എല്ലാ വീടുകളിലും അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാനിവിടെ പാല് ചേർത്തത്. ഇനി കൂട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ വേവിച്ച് വച്ചിരിക്കുന്ന കടലയും കൂടി ചേർക്കാം. ആ കടല വേവിച്ച വെള്ളവും കൂടി നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാന്നുണ്ടെങ്കിൽ മാത്രം അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്. അങ്ങനെ തിളപ്പിക്കുമ്പോൾ ഇത് വല്ലാണ്ട് കുറുകിപ്പോകും. അതുകൊണ്ട് ഞാൻ അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേണ്. അതായത് മതിയാകും. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പായിട്ടുണ്ട്, മധുരമായിട്ടുണ്ട്. ഇനി വേണ്ടത് അല്പം പുളിയാണ്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് പിഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കസൂരി മേത്തിയാണ്. അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ടൊന്ന് വിതറിക്കൊടുക്കാം. കഴിഞ്ഞ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു സൂപ്പർ നോർത്ത് ഇന്ത്യൻ കറിയായ ചിക്ക് പീസ് ബട്ടർ മസാല നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ സാധാരണ പൂരി, ചപ്പാത്തി, ഭട്ടൂര തുടങ്ങിയ സാധനങ്ങളാണ് ഇതിനൊപ്പം ഉണ്ടാക്കാറ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.